ഹായ് പ്രിയ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അറബിക് പരീക്ഷയുടെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അറബി പൊതുവെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് സിലബസൊക്കെ മാറി പുതിയ പുസ്തകമാണ് ഇത്തവണ 3ാം ക്ലാസ്സുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നോക്കാനൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രധാനമായിട്ടും പറയുന്നൊരു പോയിൻ്റാണ് ഹളറാവാത്ത് വെജിറ്റബിൾസ്. നമ്മൾ കുറച്ചധികം വെജിറ്റബിൾസിൻ്റെ നെയിംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ബസ്വലുൻ ഉള്ളി, ബാമിയ ലേഡീസ് ഫിംഗർ അഥവാ വെണ്ടക്ക, ടൊമാറ്റം ടൊമാറ്റോ തക്കാളി. നെക്സ്റ്റ് വൺ സൂമ്. സൂമ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഗാർലിക്. ജസർ ക്യാരറ്റ്, ബത്തോത്തിസ് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്. നെക്സ്റ്റ് ആണ് ഫൂൽ. ഫൂൽ ബീൻസ് പയർ ഉണ്ടല്ലോ അതാണ്. ബാദിഞ്ചാൻ ബ്രിഞ്ചാൽ വഴുതനങ്ങ. ഖിയാർ കക്കരി. നെക്സ്റ്റ് ആണ് അദസ്. അദസ് പയർ. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരുകൾ പഠിക്കാം. ഫവാക്കെ ഫ്രൂട്ട്സ്. ജുവാഫത്തുൻ പേരയ്ക്ക. ബബായ പപ്പായ. മൗസ് ബനാന പഴം. നെക്സ്റ്റ് ആണ് റുമ്മാൻ ഉറുമാമ്പഴം. തുഫാഹ് ആപ്പിൾ. ബിത്തീഖ് ബത്തക്ക. അമ്പജ് മാങ്ങ. ഇനബ് മുന്തിരി. അനാനാസ് പൈനാപ്പിൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്പേഴ്സ് പഠിക്കാനുള്ളത്. എന്തായാലും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 10 നമ്പർ 10 നമ്മൾ അറബിയിൽ പറയുന്നതാണ് അഷറത്ത്. നമ്പർ 20 ഇഷ്റൂൻ. 30 സലാസൂൻ. 40 അർബഊൻ. 50 ഖംസൂൻ. 60 സിത്തൂൻ. 70 സബഊൻ. 80 സമാനൂൻ. 90 തിസ്ഊൻ. 100 മിഅത്ത്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്നുകൂടെ റിവൈസ് നോക്കണം. അഷറ 10, ഇഷ്റൂൻ, സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, സമാനൂൻ, തിസ്ഊൻ, മിഅത്ത്. മിഅത്ത് 100. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ കഴിഞ്ഞ ടേമിൽ 10 മുതൽ 11 മുതൽ 20, 30 വരെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ പഠിക്കാനുള്ളത് 31 മുതൽ 31 മുതലാണ്. നോക്കാം. 31 പറയുന്നതാണ് വാഹിദ് വസലാസൂൻ. സലാസൂൻ എന്ന് പറഞ്ഞാൽ 30 പ്ലസ് അതിലേക്കൊരു വാഹിദ് 31. 1 കൂട്ടിയാൽ 31. വാഹിദ് വസലാസൂൻ. ഇങ്ങനെ ഓർത്താൽ നമുക്ക് നമ്പേഴ്സ് പറയാൻ നല്ല സിമ്പിളാണ്. രണ്ടാമത്തെ എന്താണ് 32. ഇസ്നാനി വസലാസൂൻ. 30 പ്ലസ് 2 32. ഇസ്നാനി വസലാസൂൻ. 33 സലാസ വസലാസൂൻ. 30 പ്ലസ് 3 സലാസ വസലാസൂൻ. അടുത്തതാണ് അർബഅ വസലാസൂൻ. 34. 35 ഖംസ വസലാസൂൻ. 36 സിത്ത വസലാസൂൻ. 37 സബ്അ വസലാസൂൻ. 38 സമാനിയ വസലാസൂൻ. 39 തിസ്അ വസലാസൂൻ. അടുത്തതാണ് നമ്പർ 40. 40ക്ക് നമ്മൾ മുന്നേ പറഞ്ഞു അർബഊൻ എന്ന് അല്ലേ. അപ്പോൾ നമ്പർ 40ക്ക് അർബഊൻ.
അപ്പം നമുക്കിതിൽ ചിലപ്പോൾ നമ്പേഴ്സ് അക്കത്തിൽ തരും, അറബി അക്കങ്ങളിലായിട്ട് തരും. അത് നമ്മളിങ്ങനെ വേർഡ്സിൽ എഴുതാനുണ്ടാകും. അല്ലെങ്കിൽ വേർഡ്സിൽ തരും, അത് നമ്മൾ അക്കമായിട്ടും എഴുതാനുണ്ടാകും. അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ അക്കത്തിൽ തന്നതും വേർഡ്സിൽ തന്നതും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമ്പർ 31 നമ്മൾ പറയുന്നതാണ് 31. ഇങ്ങനെയാണ് എഴുതൽ. 31 വാഹിദ് വസലാസൂൻ. 32 ഇങ്ങനെ എഴുതും, ഇസ്നാനി വസലാസൂൻ. 33 എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. 3 3 അറബിയിലെ അക്കത്തിൽ 3 3 ഒരുമിച്ച് എഴുതുന്നു, സലാസ വസലാസൂൻ. അടുത്തത് 34 എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതാ, ആദ്യം 3 എഴുതുന്നു, പിന്നീട് 4 എഴുതുന്നു. 34 അർബഅ വസലാസൂൻ. ഇനി 35 എഴുതുന്നത് ഇങ്ങനെയാണ്, ഹംസ വസലാസൂൻ. 36 നോക്കൂ, സിത്ത വസലാസൂൻ. അക്കത്തിൽ എഴുതുന്നതും ശ്രദ്ധിക്കണേ. ഇനി 37 എഴുതുന്നത് 37 സബ്അ വസലാസൂൻ. നെക്സ്റ്റ് ആണ് 38 സമാനിയ വസലാസൂൻ. നെക്സ്റ്റ് 39 തിസ്അ വസലാസൂൻ. നമ്പർ 40 അക്കത്തിൽ എഴുതുന്നത് ശ്രദ്ധിക്കണേ, അർബഊൻ. ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിൻ്റാണ് അൽവാൻ. അൽവാൻ കളേഴ്സ്. കളേഴ്സ് നമ്മൾ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. എന്നാലും കുറേ പുതിയ കളേഴ്സ് നമ്മൾ ഇത്തവണ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഗ്രീൻ കളറിന് നമ്മൾ അഹ്ലർ എന്നാണ് പറയുക, അഹ്ലർ. റെഡ് കളർ അഹ്മർ. യെല്ലോ അസ്ഫർ. അഹ്ലർ അഹ്മർ അസ്ഫർ. നെക്സ്റ്റോ വൈറ്റ് കളർ അബിയൽ. ബ്ലാക്ക് അസ്വദ്. ബ്ലൂ അസ്റഖ്. ഓക്കെ. നെക്സ്റ്റ് ഓറഞ്ച് കളർ ബുർത്തുക്കാലി. ബുർത്തുക്കാൽ, ഓറഞ്ചിന് നമ്മൾ ബുർത്തുക്കാൽ എന്നല്ല അറബിയിൽ പറയാം. അപ്പോൾ ഓറഞ്ച് കളറിന് ബുർത്തുക്കാലി, സിമ്പിളാണ്. നെക്സ്റ്റ് പിങ്ക്, റോസ് കളർ. റോസ് കളറിൽ നമ്മൾ പൊതുവേ പറയുന്ന ഒരു വസ്തുവാണ് റോസ് പൂവ്, റോസ് ഫ്ലവർ. റോസ് ഫ്ലവറിന് നമ്മൾ വർദ് എന്നാണ് പറയുക. അപ്പോൾ റോസ് കളറിനോ വർദി. ഓക്കെ. ഇനി ബ്രൗൺ കളർ ബുന്നിയെ. ഓക്കെ. അപ്പോൾ ഈ കളേഴ്സ് 9 കളേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഹ്ലർ, അഹ്മർ, അസ്ഫർ, അബിയൽ, അസ്വദ്, അസ്റഖ്, ബുർത്തുക്കാലി, വർദി, ബുന്നിയ. ഈ 9 കളേഴ്സും നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി ഇത്തവണത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ പുതിയതായിട്ട് ഇതുവരെ പഠിക്കാതെ പുതിയതായി പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുറച്ച് ഗെയിംസ് ഐറ്റംസ് അല്ലേ. ആലമുൽ അലാബ്, ഗെയിംസ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ നോക്കിയേ, ഈ കുട്ടികൾ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ക്രിക്കറ്റിന് നമ്മൾ അറബിയിൽ കിരീക്കാത്ത് എന്ന് പറയും. കിരീക്കാത്ത്, ക്രിക്കറ്റ്. നെക്സ്റ്റ് ആണ് ഫുട്ബോൾ. ഫുട്ബോളിന് കുറത്തുൽ ഖദം, കുറത്തുൽ ഖദം. നെക്സ്റ്റ് ആണ് കുറത്തു ത്വാഇറ. കുറത്തു ത്വാഇറ വോളിബോൾ. ഓക്കെ, വോളിബോൾ. നെക്സ്റ്റ് ആണ് ഹോക്കി. ഹോക്കി ഹോക്കിയാണ്. ഹോക്കി ഗെയിംസ് ആയിട്ടാണ് ഹോക്കി, സെയിം വേർഡ് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് അരീഷത്തു ത്വാഇറ. അരീഷത്തു ത്വാഇറ ബാഡ്മിൻ്റൺ. ഓക്കെ, രീഷത്തു ത്വാഇറ എന്ന് പറഞ്ഞാൽ ബാഡ്മിൻ്റൺ. നെക്സ്റ്റ് കുറത്തുസല്ല. കുറത്തുസല്ല. കുറത്തുസല്ല എന്ന് പറഞ്ഞാലോ ബാസ്കറ്റ് ബോൾ. ഓക്കെ. അപ്പോൾ ഈ ഗെയിംസ് ഐറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോക്കാം. ക്രിക്കറ്റ്, കുറത്തുൽ ഖദം ഫുട്ബോൾ, കുറത്തു ത്വാഇറ വോളിബോൾ, ഹോക്കി ഹോക്കി, അരീഷത്തു ത്വാഇറ ബാഡ്മിൻ്റൺ, കുറത്തുസല്ല ബാസ്കറ്റ് ബോൾ. ഇനി നമുക്ക് പ്രധാനമായും പറയാനുള്ള ഒരു പോയിൻ്റാണ് കെലിമാത്തു തഹ്ദീബിയ. കെലിമാത്തു തഹ്ദീബിയ അങ്ങനെ പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ അഭിസംബോധന ചെയ്ത് പറയുന്ന വാക്കുകളെയാണ് നമ്മൾ കെലിമാത്തു തഹ്ദീബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത് കോൺവെർസേഷൻ, ഹിവാറുകളിലാണ്, സംഭാഷണങ്ങളിലാണ്.
നോക്കാം. അസ്സലാമു അലൈക്കും അതിന് മറുപടിയായി പറയുന്ന കലിമാത്തു തഹദീബിയാണ് വഅലൈക്കും അസ്സലാം. സ്വബാഹൽ ഖൈർ സ്വബാഹൻ നൂർ, മസാ അൽ ഖൈർ മസാ അൻ നൂർ. ഇതൊക്കെ എല്ലാ മക്കൾക്കും അറിയാവുന്നതാണ്. ശുക്രൻ അഫ്വൻ, മഅസ്സലാമ ഇലൽ ലിഖാഇ. മഅസ്സലാമ എന്ന് പറഞ്ഞാൽ ഇലൽ ലിഖാഇ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിയുക. ജസാക്കല്ല ബാറക്കല്ല. ജസാക്കല്ല എന്ന് പറയുമ്പോൾ ബാറക്കല്ല. അടുത്തതാണ് മാഷാ അല്ലാ ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച കലിമാത്തു തഹദീബിയ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് നമ്മൾ മറുപടി പറയും. അതുപോലെ സ്വബാഹൽ ഖൈർ മറുപടി ആയിട്ട് സ്വബാഹൻ നൂർ, മസാ അൽ ഖൈർ മസാ അൻ നൂർ. ഓക്കെ, ശുക്രൻ എന്ന് പറയുമ്പോൾ അഫ്വൻ, മഅസ്സലാമ എന്ന് പറയുമ്പോൾ ഇലൽ ലിഖാഇ എന്ന് മറുപടി പറയും. അതുപോലെ പറയുന്ന 4 തഹദീബിയകളാണ് ജസാക്കല്ലാ ഖൈർ എന്നുള്ളത്, ബാറക്കല്ലാ, മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ, അങ്ങനെ 4 തഹദീബിയകൾ കൂടി നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.